പയ്യാവൂർ ബഡ് സ്കൂൾ പ്രവേശന വിവാദത്തിൽ പ്രതികരിച്ച് പയ്യാവൂർ പഞ്ചായത്ത് ഭരണസമിതി. രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള ആരോപണമാണ് പഞ്ചായത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതെന്നും ബഡ് സ്കൂളിന്റെ പ്രവർത്തനം നിയമം അനുശാസിക്കുന്ന രീതിയിലല്ല എന്നും പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി ഏജന്റിനോട് പറഞ്ഞു. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദം രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി കൊണ്ടുള്ളത് മാത്രമാണ്. നിലവിൽ ബഡ് സ്കൂള് പ്രവർത്തനം ആരംഭിച്ചത് 2023 അത് ആരംഭിക്കുമ്പോൾ തന്നെ താൽക്കാലികമായി 2 വർഷത്തേന് മാത്രമാണ് അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നീട് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പിനെ സമീപിച്ചപ്പോൾ അവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പം ബഡ് സ്കൂള് തുടർന്ന് പ്രവർത്തിക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ബഡ് സ്കൂൾ പ്രവേശനോത്സവം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം BRC 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് അത് പ്രവർത്തിക്കുന്നതിന് ഇത് രണ്ടും ബഡ് സ്കൂളും റീഹാബിലിറ്റേഷനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല, നിയമം അനുശാസിക്കുന്നില്ല. മാർഗരേഖപ്രകാരം ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് അനുശാസിക്കുന്നില്ല. ആദ്യമേ നമ്മൾ BRCയിലെ പേരൻസിനെ വിളിച്ചു കൂട്ടി അവരോട് ഇത് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതാണ്. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി വരികയാണ്. അനുമതി ലഭിക്കുന്നതിന് വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ BRC തുടങ്ങുന്നതാണെന്നും പേരൻസിനെ അവരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരെ അറിയിച്ചിട്ടുള്ളതുമാണ്. നിലവിൽ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഈ ബഡ് സ്കൂൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായി 20 സെൻറ്റ് സ്ഥലം ഇവിടെ വിട്ടു നൽകിയത് ലുക്കാച്ചേട്ടൻ എന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇത് പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചപ്പാത്തി യൂണിറ്റ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബഡ് സ്കൂളിൻ്റെ ശരിയായ രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തീരുമാനത്തിൽ നമ്മൾ ഈ കെട്ടിടം മാറ്റി അവിടെ ബഡ് സ്കൂൾ BRC പ്രവർത്തിക്കാൻ ആവശ്യമായി ചപ്പാത്തി യൂണിറ്റ് മാറ്റി അവിടെ BRC പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ സ്വീകരിക്കാമെന്നാണ് നമ്മളുടെ ഒരു തീരുമാനം, നടത്താമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അത് ബഡ് സ്കൂൾ നമ്മുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ BRC എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പുനരധിവാസത്തിനും വിദ്യാഭ്യാസവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ളതാണ്. അപ്പം ഇത് രണ്ടും ഒരേ ബഡ് സ്കൂളിൽ ഈ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ നിലവിൽ നമ്മൾ ബഡ് സ്കൂള് പ്രവേശനോത്സവം തുടങ്ങുന്നതിനാവശ്യമായി നമ്മുടെ പയ്യാവൂർ പഞ്ചായത്തിൽ ഉള്ള കുട്ടികളെയാണ് നമ്മൾ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളും ഈ നമ്മുടെ ബഡ് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പഞ്ചായത്തിൻ്റെ വികസന മാനേജ്മെൻറ്റ് കമ്മിറ്റി നമ്മൾ കൂടിയപ്പോൾ മറ്റു പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെയും കൂടി വിളിച്ചു ചേർത്തിരുന്നു ഇത് കാര്യങ്ങളൊക്കെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി, അവരെ അറിയിക്കുന്നതിന് വേണ്ടി. പക്ഷേ ആരും അതിനൊരു പ്രതികരണവും നൽകിയില്ല. പിന്നീട് നമ്മൾ ഓരോ പഞ്ചായത്തിലേക്ക് നമ്മൾ മെയിൽ അയച്ചുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുന്നതിന് ആവശ്യമായ കോൺട്രിബ്യൂഷൻ നൽകുവാൻ നമ്മളും ഇവരെ കൂടി ഉൾപ്പെടുത്തുമെന്ന് അവരോട് അറിയിക്കുകയുണ്ടായി. നാളിതുവരെയായിട്ടും യാതൊരു മുന്നറിയിപ്പ് നമ്മൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളെ ബഡ് സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണെന്ന് കൂടി അവരെ അറിയിച്ചിട്ടുണ്ട്. 10 കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു കുക്കും ഒരായും ഒരു ടീച്ചറുമാണ് മതിയായി വരുന്നത്. അപ്പം ടീച്ചറുടെ നമ്മൾ കരാർ കാലാവധി 1 വർഷത്തിന് പുതുക്കിയിട്ടുണ്ട്. അത് ഹരിത ടീച്ചറാണ് പുതുക്കിയിരിക്കുന്നത്. കാരണം അവർ ജില്ലാ മിഷൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു ടീച്ചറാണ്. അതുകൊണ്ട് അവരുടെ കാലാവധി നമ്മൾ പുതുക്കി. മറ്റ് കുക്കിൻ്റെയും ആയയെയും വാക്കിൻ ഇൻ്റർവ്യൂ നടത്തി ജൂൺ 1-ാം തീയതി 2 മണിക്ക് നടത്താനായിട്ട് ഭരണസമിതി തീരുമാനമെടുത്തു. അങ്ങനെ അത് ചെയ്തു വരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ BRC ഒരിക്കലും നടത്തുന്നില്ല. അതിൻ്റെ വേണ്ട സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി നമ്മൾ BRC തുടങ്ങുക തന്നെ ചെയ്യും. ഇത് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച ഒന്നാണ്. ഈ കെട്ടിടം പുതിയതായിട്ട് ഈ പണി കഴിപ്പിച്ച ഈ കെട്ടിടം ഒരു പണിയെ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതാണ് കഴിഞ്ഞ ഭരണസമിതി. മുൻകാലങ്ങളിൽ ഇത് അനുമതി ലഭിക്കാതെയാണ് ഈ BRCയും ഈ ബഡ്സും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നത്. അതിന് നിയമാനുസൃതം അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയാണ് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ല. മാർഗരേഖ പ്രകാരം രണ്ടും രണ്ടായിട്ട് തന്നെ നടത്തണമെന്നുള്ളതിനാൽ നമ്മുടെ ഈ ചപ്പാത്തി യൂണിറ്റ് ഇവിടെ നിന്ന് മാറ്റി അവിടെ ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി BRC തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്.
അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കണം, പ്രത്യേക ബിൽഡിംഗ് തന്നെ വേണം. ഇത് രണ്ടും ഒരുമിച്ച് പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല. അത് നിയമാനുസൃതമല്ല, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അനുമതി ലഭിക്കാതിരുന്നത്. അങ്ങനെ അനുമതി ലഭിക്കാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം. 2 വർഷത്തേന് താൽക്കാലിക അനുമതി കൊടുത്തു. പക്ഷേ BRC രണ്ടും, പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ആക്ഷേപം ഉന്നയിക്കുമ്പോഴല്ലേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുള്ളൂ. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടികളായതുകൊണ്ട് ആരും ആക്ഷേപം ഉന്നയിച്ചില്ല. ഇന്നലെ ഒരു ചർച്ച നടന്നു. ഇന്നലെ ചർച്ച നടന്നപ്പോൾ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ഉയർത്തിയ ഒരു ചോദ്യമായിരുന്നു, പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കാണ്ടായിരുന്നു ഇവിടുന്ന് പോയത്. ഇവിടുന്ന് ഒരു കുട്ടി തലറങ്ങി വീഴുകയും അത് പ്രസിഡന്റ് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെയായിരുന്നു ഇവിടുന്ന് പോയതൊരു രക്ഷിതാക്കളൊരു ഇതുണ്ട്. അവർക്ക് ഒരു ക്ലാരിറ്റി ആയിട്ട് അവർ ചോദിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ആ കുട്ടി തലകറങ്ങി വീണ കുട്ടി, ഞാൻ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ആ കുട്ടി ഓരോ വ്യക്തികളുടെയും വീഡിയോ പിടിച്ചുകൊണ്ട് ആ തൽക്ഷണം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുട്ടി അത് കഴിഞ്ഞ് ഞാൻ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് കുട്ടി പിന്നെ ബെഡിലേക്ക് ഇരുന്ന് ഇങ്ങോട്ട് മറിയുവാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കുട്ടീനെ പിടിക്കൂ എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ട് പ്രസിഡന്റ് പറയുന്നതൊന്നും ആരും കേൾക്കുകയില്ല. എല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ഉന്നയിക്കും. ഒറ്റ കാര്യം ക്ലാരിറ്റി ഉള്ളൂ, എന്തായാലും BRC കുട്ടികൾ ഒഴിവാക്കിയിട്ടില്ല, എന്തായാലും അവർക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എന്തായാലും എടുക്കും എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. തീർച്ചയായിട്ടും അവരെ നമ്മൾ ഒഴിവാക്കുന്നില്ല. അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നമ്മൾ BRC തുടങ്ങുക തന്നെ ചെയ്യും. ഇവിടുത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇവിടെ ചുറ്റുമതിലില്ല. ഇവിടെ ഒരു ടാങ്ക് പൊഴിച്ചിട്ടേക്കുക, അതിന് സ്ലാബ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ സൗകര്യങ്ങളില്ല. നമ്മൾ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ചുറ്റുമതിലൊന്നും ഇല്ലാത്തടത്ത് വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അന്നേരം ആര് പറയും? അപ്പോൾ ഇത് ചെയ്യേണ്ട സമയം ആകുന്നതേ ഉള്ളൂ. നമുക്കിത് അതിൻ്റെ നിയമാനുസൃതം ഈ കെട്ടിടം ഇനി പഞ്ചായത്തിൻ്റെ പരിപാടി ഫണ്ടൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ചെയ്ത് പൂർത്തിയായതിന് ശേഷം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഇവരെയും കൂടെ ഈ ക്ലാസ്സിൽ പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവരുടെ ആഗ്രഹം. കാരണം ഈ കുഞ്ഞു പിള്ളേരുടെ ഈ വിഷമം കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇത് അതേപോലെ തന്നെ ഇത് കൊണ്ടുവന്നവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്നത്, കാരണം നല്ലൊരു പ്രസ്ഥാനം കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അവർ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ മുതലെടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ പരാതികൾ പറയാം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള തോന്നൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കണ്ടീഷൻ. അതുകൊണ്ട് അതിനെ നമ്മൾ നിശ്ചിതമായിട്ട് എതിർക്കുന്നു. കാരണം അതല്ല, സത്യാവസ്ഥ ഇതാണ്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് ആ പിള്ളേരെയും കൂടെ പെടുത്തി ഇവിടെ പരിപാടി തുടങ്ങാനാണ് ഭരണസമിതിയുടെ തീരുമാനം. ഇല്ല BRC അത് രണ്ടും ബഡ് സ്കൂളിൽ BRC കുട്ടികളെ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അത് നിയമം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബഡ് സ്കൂൾ മാത്രമേ 1-ാം തീയതി പ്രവർത്തിക്കുകയുള്ളൂ. ഇവർക്കുള്ള സ്ഥല സൗകര്യം ഒരുക്കി നമ്മളത് തുടങ്ങുന്നതായിരിക്കും. ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഇന്ന് പയ്യാവൂരിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ LDF നടത്തുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം CITയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അവർ സമരം നടത്തുന്നത്. ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് ആ ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം, അതായത് ബഡ്സ് സ്കൂളിൻ്റെ നിയമപ്രകാരം ബഡ്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരിൽ നിന്നും വേണം ആയേനെയും കുക്കിനെയും നിയമിക്കാനായിട്ട്. ഇവരിവിടെ നിയമിച്ചിരിക്കുന്നത് റീഹാബിലിറ്റേഷൻ സെൻ്ററിലുള്ള കുട്ടികളെ 2 അമ്മമാരെയും ഇവിടെ കുട്ടി പഠിക്കുന്നില്ലാത്ത ഒരു അമ്മേനെയാണ് ഇവരിവിടെ നേരത്തെ നിയമിച്ചിരിക്കുന്നത്. അപ്പം അവരെ മാറ്റി ഇപ്പോൾ ബഡ്സ് സ്കൂളിൽ ഉള്ള 10 പിള്ളേരുടെ അമ്മമാരിൽ നിന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ അപേക്ഷ സ്വീകരിക്കാനുള്ള വിവരം കൊടുക്കുകയും തിങ്കളാഴ്ച ഇൻ്റർവ്യൂവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3-4 പേരുടെ പണി പോകുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരിപ്പോൾ CITയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. ഈ സ്കൂള് ഇവിടെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഉദ്ഘാടനം നടത്തിയത്. ഞാൻ അന്നത്തെ ഭരണസമിതിയിൽ ഒരംഗമായിരുന്നു, എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളറിയാം. അതുപോലെ ഇവിടെ വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോയിപ്ര SNDPക്കാർക്ക് ലക്ഷത്തിന് മുകളിൽ പൈസ വാടക കുടിശ്ശിക ഇനിയും കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം ഉണ്ടായിരുന്ന 5 മാസത്തെ പൈസ ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്കൂൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ഇത് നടത്തുന്നത് പോകുന്നത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളിന് അംഗീകാരം മേടിച്ച് സർക്കാരിൽ നിന്ന് ഗ്രാൻറ്റും മേടിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ആരോപണമായിട്ടും ഈ സമര കോലാഹലവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ ആ പിള്ളേരുടെ എല്ലാ അമ്മമാരോട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആളുകളും പറഞ്ഞതാണ്, ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ളിടത്തോളം കാലം ഈ കുട്ടികളെ ഞങ്ങൾ ഒഴിവാക്കിയാല,
BRC പൂട്ടുകയില്ല എന്ന് ഇന്നലെ ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തതാണ്. എന്നിട്ടാണ് ഇന്ന് വീണ്ടും സമരവുമായിട്ട് ഈ പാവപ്പെട്ട കുട്ടികളുടെ അമ്മമാരെയും ഈ കുഞ്ഞുങ്ങളെയും ഈ തെരുവിലേക്ക് വലിച്ചടയ്ക്കുന്ന ഒരു നയവുമായിട്ട് CPM രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.